അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു ജീവിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്നുണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇരുത്തം നമ്മിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിനെ അറിയുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കുറഞ്ഞ സമയത്തിൽ സംസാരിക്കാനുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ അറിയേണ്ട രൂപത്തിൽ അറിയുക എന്നുള്ളത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്, നിർബന്ധമാണ്. ഇമാം അസ്ഫഹാനി റഹിമഹുല്ല അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. അവ്വലു ഫർളിൻ ഫർളഹുല്ലാഹു അലാ ഖൽഖിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളുടെ മേൽ ഒന്നാമതായി നിർബന്ധമാക്കിയ കാര്യം മഅരിഫത്തുഹു, അവനെ അറിയുക എന്നുള്ളതാണ്, അള്ളാഹുവിനെ അറിയുക എന്നതാണ്. ഫൈദ അറഫൂഹു അബദു, അങ്ങനെ ഒരാൾ അള്ളാഹുവിനെ അറിഞ്ഞാൽ സ്വാഭാവികമായും അവന് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കും. ഖാല അല്ലാഹു തആല ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും അറിയണം, ഇൽമുള്ളവരാവണം, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളും ഇല്ല എന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മൾ ചെറുപ്പത്തിൽ ഏകദേശം ഇങ്ങനെ സംസാരം മനസ്സിലായി തുടങ്ങുന്ന കാലം തൊട്ടേ കേൾക്കുന്ന പദമാണ് അള്ളാഹു എന്നുള്ളത് ആണല്ലോ അല്ലേ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സദാസമയത്തും അതിങ്ങനെ ആവർത്തിച്ച് കേൾക്കാറുണ്ട്, അറിയാറുണ്ട്, ഒക്കെ ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അറിയേണ്ട രൂപത്തിൽ ജീവിതത്തിൽ നമുക്ക് അറിയാൻ, മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ, അയാൾ പണ്ഡിതനാവട്ടെ, സാധാരണക്കാരനാവട്ടെ, എത്ര വലിയവനാവട്ടെ, താഴ്ന്നവനാവട്ടെ, നാം വിശ്വസിക്കുന്ന അഖീദയുടെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? മൻ റബ്ബുക. അത് ആരാണെങ്കിലും അവർ നേരിടേണ്ട ചോദ്യം ആരാണ് നിന്റെ റബ്ബ് എന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അറിയുക എന്നുള്ളത് നമ്മുടെയൊക്കെ മേൽ നിർബന്ധ ബാധ്യതയാണ്. ഒരാൾ അള്ളാഹുവിനെ അറിഞ്ഞാലാണ് അയാൾക്ക് യഥാർത്ഥത്തിൽ ഹിദായത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റുക. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട്. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സ്സമാവാതി വൽ അർദ് ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാൻ തിരിച്ചിരിക്കുന്നത്, എൻ്റെ ഇബാദത്തുകൾ അർപ്പിക്കുന്നത് ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിനാണ്, അവനൊരിക്കലും പങ്കുകാരില്ല. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇമാം ഖുർത്തുബി റഹ്മഹുല്ല പറയുന്നുണ്ട്, ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായൊരു ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, കദാലിക ഖൽബുൽ മുഅ്മിനി ഇദാ അറഫല്ലാഹ വസ്തദല്ല ബിഖൽബിഹി അലൈഹി ഇസ്ദാദുഹു നൂറൻ അലാ നൂറിൻ. ഒരു ജനത മുഴുവൻ അപ്പുറത്ത്, തൻ്റെ വീട്ടുകാർ, നാട്ടുകാർ, നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരും മറുപക്ഷത്ത്, ഇപ്പുറത്തുനിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുന്നു, ഞാൻ എൻ്റെ മുഖത്ത് തിരിച്ചിരിക്കുന്നത് സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിലേക്കാണ്.
ഈ കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിനെ അയാൾക്ക് മനസ്സിലായാൽ അയാളുടെ ഹൃദയത്തിൽ വെളിച്ചത്തിന് മേൽ വെളിച്ചം ഈ വിഷയത്തിലുണ്ടാകും. തുടർന്ന് പറഞ്ഞു, ഫലമ്മ അറഫഹുല്ലാഹു ബിനഫ്സിഹി വഹസലത തിൽകൽ മുനാദറ ഫി നിഹായതിഹ മാദാ ഖാല ഇബ്രാഹിം ഖാല അത്തുഹാജ്ജുനി ഫില്ലാഹി വഖദ് ഹദാനി. എന്നിട്ട് അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് പറയുന്നു, ഈ സംസാരത്തിനും തർക്കത്തിനുമിടയെ അവസാനിപ്പിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾ എന്നോട് എന്ത് വിഷയത്തിലാണ് തർക്കിക്കുന്നത്? എൻ്റെ റബ്ബ് എനിക്ക് ഹിദായത്ത് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇനി എന്തു പറഞ്ഞാലും ഞാൻ ആ ഹിദായത്തിലാണ് ഉള്ളത്. ഇത് പറഞ്ഞിട്ട് ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് പറയുന്നത്, വൽ ഇഖ്തിദാഹു ലാ യകൂനു ഇല്ലൽ മഅരിഫ. ഏതൊരു മനുഷ്യനും ഹിദായത്ത് കിട്ടുന്നത് അറിവ് കൊണ്ടല്ലാതെ മറ്റൊന്നല്ല. അറിവ് നിർബന്ധമാണ് ഹിദായത്തിന്. ലാ യംകിനു അൻ തഹ്തദി ഇല ത്വരീഖ്. ഒരു മനുഷ്യന് ഒരു ലക്ഷ്യമുണ്ട്, ഒരു സ്ഥലത്തേക്ക് എത്തണം, എന്നാൽ അയാൾക്ക് ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി അറിയില്ല എങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? ലാ യുംകിനു അൻ തഹ്തദി ഇല ത്വരീഖിൻ ഇല്ലാ ഇദാ കുൻത ആലിമൻ വആരിഫൻ ബിഹി വഇല്ലാ വളൽത. എത്തേണ്ട സ്ഥലം അറിയാം, പോകേണ്ട വഴി അറിയില്ല എങ്കിൽ അയാൾ ഒരു പക്ഷേ വഴിതെറ്റിപ്പോകും. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്ന ദീൻ ശരിയാണെന്നറിയാം, പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് അയാൾക്ക് അറിയുന്നില്ലെങ്കിൽ അയാൾ പിഴച്ചു പോകും എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഹിദായത്ത് കിട്ടാൻ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് റബ്ബിനെ അറിയുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഒരാൾക്ക് കൃത്യമായി അറിയുന്നുവെങ്കിൽ അയാളുടെ ജീവിതത്തിൽ മറ്റുള്ള ആളുകളെ ഉള്ളതിനേക്കാൾ ഇബാദത്ത് ഉണ്ടാകും, ഇബാദത്ത് വർദ്ധിക്കും. തിന്മകളിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടല്ലാതെ തന്നെ, അള്ളാഹുവിനെ ഒരാൾക്ക് മനസ്സിലായാൽ പേടിച്ചിട്ടല്ല, അയാളുടെ ജീവിതത്തിൽ തിന്മകൾക്ക് നിയന്ത്രണമുണ്ടാകും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുഹൈബ് ഇബ്നുൽ റൂമി എന്ന് പറയുന്ന സ്വഹാബി, സുഹൈബ് ഇബ്നുൽ സിനാൻ അൽ റൂമി എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു സ്വഹാബിയുണ്ട്, സുഹൈബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, മക്കയിൽ നിന്ന് അദ്ദേഹം ഹിജ്റ വരുന്നത് കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ദൂരെ നിന്ന് ഒരാൾ ഇങ്ങനെ വരുന്നത് കാണാൻ. അപ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായത് സ്വഹൈബാണ്. പ്രവാചകൻ പറഞ്ഞു, ഏറ്റവും വലിയ നല്ല ലാഭക്കച്ചവടം നടത്തിയ ഒരാളാണ് വരുന്നത്. മക്കയിൽ നിന്ന് ഹിജ്റ പോകുന്ന സമയം ശത്രുക്കൾ തടഞ്ഞു വെച്ച്, സ്വഹൈബ് റളിയല്ലാഹു അൻഹു അറബിയായിരുന്നില്ല, മറ്റൊരു രാജ്യത്തു നിന്ന് വന്ന് കച്ചവടം ചെയ്ത് സമ്പത്തൊക്കെ ഉണ്ടാക്കിയ ഒരാളാണ്. അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ തടഞ്ഞു വെച്ച്, എങ്ങോട്ടാ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ മദീനയിലേക്ക് പോവാണ്, ഈ നാട്ടിൽ നിന്ന് പോവാൻ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പോവാൻ. അപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് പോകാം, പക്ഷേ നീ സമ്പാദിച്ച സമ്പാദ്യം മുഴുവൻ ഇവിടുന്ന് ഉണ്ടാക്കിയതൻ, അതുകൊണ്ട് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭാണ്ഡം, വീടും നാടും ബാക്കിയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. കയ്യിലുണ്ടായിരുന്ന നാണയക്കെട്ട് വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം പോവാൻ. ഈ കാര്യം വഹയിലൂടെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്, ലാഭക്കച്ചവടം ചെയ്ത ഒരാൾ വരുന്നുണ്ട്. നമ്മുടെ വിഷയം അതല്ല. പിൽക്കാലത്ത് ഇദ്ദേഹത്തെക്കുറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, റഹിമല്ലാഹു സുഹൈബൻ. സുഹൈബിനെ അള്ളാഹു ആദരിക്കട്ടെ, അദ്ദേഹത്തോട് അള്ളാഹു കരുണ ചെയ്യട്ടെ. ലൗ ലം യഖിഫ് അല്ലാഹു ലം യഹ്സി. അള്ളാഹുവിനെ ഭയപ്പാടില്ലെങ്കിൽ പോലും അള്ളാഹുവിന് അദ്ദേഹം ഒരിക്കലും എതിർ പ്രവർത്തിക്കുകയില്ല. ലൗ അന്ന സുഹൈബൻ ഉതിയ കിതാബൻ ബിൽ അമാനി മിനൻ നാർ മാ തറക ഇബാദത്തില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്, സുഹൈബിനെ ഒരിക്കലും ഞാൻ ശിക്ഷിക്കുകയില്ല എന്നൊരു ഉറപ്പ് അദ്ദേഹത്തിന് കിട്ടിയാലും അദ്ദേഹം ഒരിക്കലും അള്ളാഹുവിന് എതിർ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ, നിന്നെ ഞാൻ നരകത്തിടില്ല എന്ന് പറഞ്ഞാലും അദ്ദേഹം ഒരു തിന്മ ചെയ്യാൻ സാധ്യതയില്ല. എന്നിട്ട് അപ്പോൾ ആളുകൾ ചോദിച്ചു, ലിമ, എന്തുകൊണ്ട് അദ്ദേഹത്തിന് മാത്രം അങ്ങനെ പ്രത്യേകത? ലി അന്നഹു കാന ആരിഫൻ ലില്ലാഹ് ആരിഫൻ ബില്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയും, അദ്ദേഹം അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി അറിവുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഒരാൾ കൃത്യമായി അറിയുന്നുവെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഇബാദത്തുകൾ വർദ്ധിക്കും, അതോടൊപ്പം തന്നെ തിന്മകളിൽ നിന്ന് കുറവുണ്ടാകും. ഇനി എങ്ങനെയാണ് അള്ളാഹുവിനെ അറിയേണ്ടത്? എങ്ങനെ ഒരാൾ അള്ളാഹിനെ അറിയാം? നമ്മളിങ്ങനെ ചെറുപ്പം മുതൽ അള്ളാഹു അക്ബർ അള്ളാഹു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരാൾ മനസ്സിലാക്കേണ്ടത്? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, രണ്ട് വഴിയിലൂടെയാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അൻ നൻദുറ
വനതഫക്കറ ഫീ മഫ്ഊലാത്തി ലില്ലാഹി സുബ്ഹാനഹു വതആല. ഒന്ന് അല്ലാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് നോക്കണം. അള്ളാഹുവിൻ്റെ പ്രവചനങ്ങൾ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അവരുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അത് ഒരാൾ ആലോചിച്ചിട്ട് അള്ളാഹുവിനെ മനസ്സിലാക്കണം. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ അൽ ആയാത്തുൽ ഖൗനിയ എന്ന് പറയും, കൗനിയായ ദൃഷ്ടാന്തങ്ങൾ, അല്ലേ? ഇമാം ഇബ്നുൽ ഹസം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഒരു കവിതാവാക്യം കാണാം. ഫയാ അജബൻ കൈഫ യുഹ്സിൽ ഇലാഹു അം കൈഫ യജ്ഹദുൽ ജാഹിദു. എങ്ങനെയാണ് മനുഷ്യന്മാരെ നിങ്ങൾ ഇലാഹായ അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ റബ്ബിന്റെ വിഷയത്തിൽ നിങ്ങൾ എങ്ങനെ തർക്കം നടത്തും? കാരണം വലില്ലാഹി ഫി കുല്ലി തഹരീകത്തിൻ വഫി കുല്ലി തസ്കീനത്തിൻ ഷാഹിദു. നിങ്ങൾ ഏത് ചലിക്കുന്ന വസ്തുക്കളാവട്ടെ, അല്ലെങ്കിൽ ചലനമില്ലാതെ വെറുതെ കിടക്കുന്ന വസ്തുക്കളാവട്ടെ, അവിടെയെല്ലാം നിങ്ങൾ റബ്ബിനെ കുറിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ഷാഹിദായിട്ട്, തെളിവായിട്ട് ഇതിലൊക്കെ ഉണ്ട്. അള്ളാഹു ഉണ്ട്, അവന്റെ ശക്തി ഈ കാര്യങ്ങൾക്ക്. എന്നിട്ട് വീണ്ടും പറയുന്നു വഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹുൽ വാഹിദു. ഇത് ഓരോ വസ്തുവും, ഓരോ കാര്യങ്ങളും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയാവട്ടെ, അതിൽ മുഴുവൻ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഏകനാണ്. ഈ കാര്യം അവിടെ അറിയാൻ പറ്റും, ഏത് വിഷയവും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ദാരിയാത്തിൽ പറയുന്നത് കാണാം. അതിന്റെ 21-ാമത്തെ വചനം, വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഉൾക്കാഴ്ച കിട്ടും റബ്ബിനെ പരിചയപ്പെടുത്താൻ. മറ്റൊന്നും വേണ്ട. അത് അനാട്ടമി പഠിച്ച, അല്ലെങ്കിൽ ബയോളജി പഠിച്ച, ശരീരശാസ്ത്രം പഠിച്ച ഒരു മനുഷ്യ ശരീരത്തെക്കുറിച്ച് അയാൾ ആലോചിക്കുന്നുവെങ്കിൽ ഒരു മഹാത്ഭുതമാണ്, അല്ലേ? നമ്മുടെ ശരീരം ഭയങ്കര അത്ഭുതമാണ്. നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അറിയില്ല. ഒരാൾ അറ്റാക്ക് എന്ന് മരണപ്പെട്ടു എന്നുള്ളത് അത്ഭുതമല്ല. ഒരാളുടെ ജീവിതത്തിൽ ഒരാൾ ഇങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് അത്ഭുതമാണ്. ഒരാൾ മരിക്കുന്നു എന്നതിനേക്കാൾ നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളുടെ സങ്കീർണതകൾ നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിൽ, ഓരോ അവയവങ്ങളും, അല്ലേ? ഇനി അതൊന്നും പഠിക്കാത്ത നോർമലി ഒരു മനുഷ്യൻ അയാൾ ആലോചിക്കട്ടെ, നമ്മൾ ചായ കുടിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ജ്യൂസ് കുടിക്കുന്നു, ഇതൊക്കെ കുടിക്കുന്നു. ഇതിൽ നിന്ന് ആവശ്യമുള്ളത് സ്വീകരിച്ച് പുറത്തു പോകുന്നത് യൂറിനാണ്, മൂത്രമാണ്, അല്ലേ? അവിടെ വേറെ അല്ല. ഇങ്ങനെ ഓരോന്നും മഹാത്ഭുതമാണ്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും. നമ്മുടെ നഖത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. നഖം എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നുണ്ട്, വളരുന്നുണ്ട്, അല്ലേ? തൊട്ട് ഇപ്പുറത്ത് നമ്മൾ കട്ട് ചെയ്ത നഖം ഉണ്ട്, അവിടെ ഉണ്ടാവില്ല. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോ വിഷയങ്ങളും. ഇനി കിഡ്നിയും അതേപോലെയുള്ള അവയവങ്ങളൊക്കെ മഹാത്ഭുത. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, അവനവനെ കുറിച്ച് ആലോചിച്ചാൽ മതി എന്ന് ഖുർആൻ. ഇനി ഈ ആകാശഭൂമികൾ, ചുറ്റുപാടുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് നോക്കൂ നിങ്ങൾ, അല്ലേ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. വിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത് എന്താ? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാവും പകലും മാറി മാറി വരുന്നതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. അവർ ഇരുന്നും കിടന്നും നിന്നും ഒക്കെ അല്ലാഹുവിനെ ആലോചിക്കുമെന്ന് മാത്രമല്ല, വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ട് അവർ പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില. അല്ലാഹുവേ, ഇത്രയും കൃത്യമായി, ഇത്രയും വ്യക്തമായി ഇതൊക്കെ രൂപകൽപ്പന ചെയ്യുന്ന നീ പരമപരിശുദ്ധനാണ്. അതുകൊണ്ട് ഇതൊക്കെ സംവിധാനിച്ച നിനക്ക് നരകം സംവിധാനിക്കാൻ പ്രയാസമല്ല. അതുകൊണ്ട് ഫഖിന അദാബന്നാർ എന്നവർ പറയുകയും ചെയ്യുന്ന, അല്ലേ? പ്രവാചകന്മാർ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്. അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖ മാ തറാ ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് മാ തറാ ഫീ ഖൽഖിസ് സമാവാത് സബഅ സമാവാത്. ആകാശഭൂമികളെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവനാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു പറയാണ്, ആ സൃഷ്ടിപ്പിൽ നിങ്ങൾക്കൊരു ന്യൂനതയും കാണാൻ സാധ്യമല്ല, ഒരു ന്യൂനതയും കാണാൻ സാധ്യമല്ല. ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതല്ല, ആകാശലോകങ്ങൾ, അല്ലേ? കോടിക്കണക്കിന് ഭൂമിയെപ്പോലെ അതിനേക്കാൾ വലിയ ഗോളങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊക്കെയുള്ള ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നു. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സുവോളജി പഠിച്ച, ഗോളശാസ്ത്രം പഠിച്ച മനുഷ്യർ സൂര്യൻ അവിടെ അല്ല വേണ്ടിയിരുന്നത്, ഇവിടെയായിരുന്നു. ഇല്ല. ഖുർആൻ പറയുന്നത് നിങ്ങളിങ്ങനെ ആലോചിച്ച്
ആലോചിച്ച് നിങ്ങൾ എങ്ങനെയൊക്കെ ആലോചിച്ചാലും ശരി പരാജയപ്പെട്ട് തിരിച്ചു വരും. നിങ്ങളുടെ കണ്ണുകൾ എങ്ങനെ പഠനം നടത്തിയാലും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ് ശരിയെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. സുഹൃത്തുക്കൾ, ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചും ഈ ഭൂമിയിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആയാത്തുൻ ഖൗനിയ. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ അല്ലേ? ഈ രൂപത്തിൽ അള്ളാഹുവിനെ ഒരാൾക്ക് അറിയാൻ പറ്റും. ഇനി അങ്ങനെ അള്ളാഹു ഉണ്ട് എന്നൊരാൾക്ക് ബോധ്യപ്പെട്ടാൽ, അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ, ആ ബോധ്യപ്പെട്ട അള്ളാഹുവിനെ അവനെക്കുറിച്ച് ഒരാൾക്ക് ആഴത്തിലറിയാൻ, അവൻ എങ്ങനെയുള്ളവനാണ്, എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങൾ, കാര്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാവാൻ രണ്ടാമത്തെ ഭാഗം അതാണ് ആയാത്തുൻ ശറഇയ്യ. ശറഇൽ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ, ശറഇയായി നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതെവിടെ? അത് വഹിയിലൂടെ കിട്ടുക. നമുക്ക് ഏതൊരു കാര്യവും മനസ്സിലാവണമെങ്കിൽ വേറൊന്ന് ഇതുപോലെ എന്ന് പറയാൻ വേറൊന്നറിയണം അല്ലേ? അതേപോലെയാണ് അള്ളാഹു എന്ന് പറയാൻ ഒന്നില്ല. വലം യകുല്ലഹു ബഖി കുഫുവൻ അഹദ് അല്ലേ? അള്ളാഹുവിനെ പോലെ മറ്റൊന്നില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ എന്ന് പറയാനൊന്നില്ല. പിന്നെ എങ്ങനെ മനസ്സിലാകും? അത് ഏഴാകാശത്തിനപ്പുറത്ത് നിന്ന് വഹിയിലൂടെ അള്ളാഹു പഠിപ്പിച്ചു. അള്ളാഹു ഇന്ന രൂപത്തിൽ ഇങ്ങനെയാണ്, ഇന്നെങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ഏത് രൂപത്തിലാണ് എന്നൊക്കെ പഠിപ്പിച്ചു. അത് മനസ്സിലാക്കണം. അഫ്ദലുൽ ഇൽം ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മനുഷ്യൻ അറിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അറിവ്, എന്തൊക്കെ അറിഞ്ഞു എന്ന് പറഞ്ഞാലും അറിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അറിവ് അൽ ഇൽമു ബില്ലാഹി, അള്ളാഹുവിനെ കുറിച്ച് അറിയലാണ്. വഹുവ അൽ ഇൽമു ബി അസ്മാഇഹി വസിഫാതിഹി, അതറിയൽ എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ ഇസ്മിലൂടെ, അള്ളാഹുവിൻ്റെ അസ്മാഉകളിലൂടെ, അസ്മാഉ സിഫാത്തിലൂടെ. അങ്ങനെ അള്ളാഹുവിൻ്റെ വഹിയിലൂടെ, ഖുർആനിലൂടെ, ഹദീസിലൂടെ, ഇനി നിലനിൽക്കുന്ന വഹിയതാണ്, അതിലൂടെ അള്ളാഹുവിനെ പഠിക്കുമ്പോഴാണ് പൂർണ്ണമായി ഒരാൾക്ക് ബോധ്യമാവുക. അങ്ങനെ ബോധ്യമാകുമ്പോൾ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, ഖുർആൻ ചോദിക്കാൻ, എന്താ മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിന് ഗാംഭീര്യം കാണുന്നില്ലേ അല്ലേ? യാ അയ്യുഹൽ ഇൻസാനു മാ വറക ബിറബ്ബിക്കൽ കരീം, മനുഷ്യരെ എന്താണ് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ മാത്രം നിങ്ങളെ വഞ്ചിതരാക്കുന്നത്? ലോകത്തുള്ള കാര്യങ്ങൾ മുഴുവൻ അറിയാം, ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതൊക്കെ അറിയുന്നുണ്ട്. ഈ നാട്ടിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ പ്രവാസത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് അലിഫുബ അവസാനം വരെ അക്ഷരങ്ങൾ അറിയാത്ത മനുഷ്യരും തൻ്റെ ആവശ്യങ്ങളൊക്കെ അറബി സംസാരിക്കുന്നുണ്ട്, അവന് പഠിക്കുന്നുണ്ട്, ആവശ്യമുണ്ട്. എങ്കിൽ യാ അയ്യുഹൽ ഇൻസാനു മാ വറക ബിറബ്ബിക്കൽ കരീം, ഉദാരവാനായ റബ്ബിന്റെ വിഷയത്തിൽ മാത്രം എന്താണ് മനുഷ്യരെ നിങ്ങളെ വഞ്ചിതരാക്കുന്നത്? അത് പഠിക്കാൻ സമയം കിട്ടുന്നില്ല, അറിയുന്നില്ല. 30, 40, 50 വയസ്സായിട്ട് എന്താണ് റബ്ബിനെ കുറിച്ച് നമുക്കറിയുക? നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട് അല്ലേ? ബാക്കിയുള്ള ഏത് സൃഷ്ടികളും അവർക്ക് പൂർണ്ണമായി അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, ഏത് സൃഷ്ടികൾക്കും അല്ലേ? ഒരു കുഞ്ഞു പക്ഷിയുടെ കഥ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് നംലിൽ. ഹുദ്ഹുദ് എന്ന് പറയുന്ന പക്ഷി നമുക്കറിയാം. ഹുദ്ഹുദ് എന്ന് പറയുന്ന പക്ഷി, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന് പക്ഷികളിലും മൃഗങ്ങളിലും ഒക്കെ സൈന്യം ഉണ്ടായിരുന്നു. എല്ലാവരും അദ്ദേഹത്തിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു യാത്ര പുറപ്പെടാൻ തീരുമാനിക്കുകയാണ്. യാത്ര പുറപ്പെടുന്ന സാഹചര്യത്തിൽ അദ്ദേഹം രാജാവാണ്, പ്രവാചകനാണ്. എല്ലാവരെയും വിളിച്ചുകൂട്ടി മുഷാവറ നടത്തി. ഇത് ദീനുൽ ഇസ്ലാമിൻ്റെ ഒരു ഭംഗിയാണ്, ഒരു നിയമമാണ്. നിങ്ങൾ നോക്ക്, ഒരു രാജാവോട് കൽപ്പിച്ചിട്ട് പോവാന്ന് പറഞ്ഞാൽ മതി, പക്ഷെ അതല്ല, മുഷാവറ നടത്താൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി, അവരോട് സംസാരിക്കാൻ. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, ഇന്നൊരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്, ആ പോകുന്ന വഴിയിൽ വെള്ളം കിട്ടുന്ന സ്ഥലം അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? അന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും അറിവുള്ള, വഹി വന്നുകൊണ്ടിരിക്കുന്ന ധാരാളം മുഅ്ജിസാത്തുകൾ പ്രകടമായ ഒരു പ്രവാചകൻ ചോദിക്കണം, ആർക്കെങ്കിലും അറിയോ? അപ്പൊ കൂട്ടത്തിലുള്ള ഈ സദസ്സിൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും, ആരും എഴുന്നേൽക്കുന്നില്ല. അപ്പൊ ഒരാൾ പറഞ്ഞു, അത് ഹുദ്ഹുദിനറിയാം. ഹുദ്ഹുദാര ഒരു പക്ഷിയാണ്. അപ്പൊ അടുത്ത ചോദ്യം, സുലൈമാൻ എന്നാ ഹുദ്ഹുദ് പറയട്ടെ. അപ്പോഴും നോക്കണം എല്ലാവരും. അപ്പോൾ ഹുദ്ഹുദ് സദസ്സിലില്ല. സാന്ദർഭികമായ സുഹൃത്തുക്കൾ, ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. ഒന്നെന്താ, ഒരു പ്രവാചകനായിട്ടും അദ്ദേഹം നാടകം കളിക്കല്ല. പോകുന്ന വഴിയിൽ വെള്ളമുള്ള സ്ഥലം അള്ളാഹു അറിയിച്ചു കൊടുക്കാത്ത അദ്ദേഹത്തിന് എന്താവില്ല, അറിയില്ല. പക്ഷെ മനുഷ്യർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്ന മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ പോലും വിചാരിക്കുന്ന എന്താ, ഒരു പച്ച ഷാളിട്ട മനുഷ്യനാണെങ്കിൽ, അല്ലെങ്കിൽ ഉസ്താദാണെങ്കിൽ, അല്ലെങ്കിൽ ആരൊക്കെയോ സങ്കല്പിച്ച മനുഷ്യർക്കും എല്ലാം അറിയുന്നതാണ്. ഒരു പ്രവാചകൻ അറിയുന്നില്ല. അടുത്തത്, തൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സദസ്സിൽ ഹുദ്ഹുദ് എന്ന് പറയുന്ന തൻ്റെ ഈ ഇവിടെ വരേണ്ടതായിട്ടുള്ള പക്ഷി ഇവിടെ ഇല്ലാന്ന് അവിടെ ആർക്കും അറിയുന്നില്ല. ജിന്നുകളുണ്ട് ആ കൂട്ടത്തിൽ, അവരൊക്കെ നോക്കാൻ, അവർക്കും അറിയുന്നില്ല. അപ്പൊ മഹാനായ
സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹുദുഹുദ് പറയട്ടെ, ഹുദുഹുദ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയൺ, എങ്കിൽ ഇവിടെ അവൻ വരേണ്ടവനാണ്, ഇവിടെ അവൻ വരാത്തത് കാരണം അവനെ ഞാൻ ശിക്ഷിക്കും, അവനെ ഞാൻ കൊന്നുകളയും, ഇല്ലെങ്കിൽ അവൻ്റെ ചിറക് ഞാൻ മുറിച്ചു കളയും. എന്താണ് ഒരു സദസ്സിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, അത് കുടുംബ സദസ്സുണ്ടാവുമ്പോൾ നമ്മൾ ചെല്ലേണ്ട ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നിരിക്കണം, അത് നിയമമാണ്. അവിടെ എത്തിയിരിക്കണം, ന്യായമായ കാരണങ്ങളില്ലാതെ അവിടുന്ന് മാറാൻ പാടില്ല. അദ്ദേഹം പറയുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം കൃത്യമായ കാരണം ബോധിപ്പിക്കണം. സൂറത്ത് ഹൂദിന്റെ, സൂറത്ത് നംലിന്റെ 20 മുതലുള്ള ആയത്തുകൾ നിങ്ങൾക്കൊക്കെ ഈ പറഞ്ഞത് വായിക്കട്ടോ. എന്നിട്ട് നമ്മുടെ വിഷയതൊന്നുമല്ല, ഇതിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹുദുഹുദ് എന്ന് പറയുന്ന കുഞ്ഞു പക്ഷി പറന്നുകൊണ്ട് തൻ്റെ യജമാനനായ ഈ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അരികിലേക്ക് വരികയാണ്. അപ്പൊ കാരണം ചോദിക്കുകയാണ്. ഈ സമയത്ത് ഈ പക്ഷി പറയുന്നുണ്ട്, ഫമകസ ഗൈറ ബഈദിൻ, കുറച്ച് കഴിഞ്ഞപ്പോൾ പക്ഷി വന്ന് ഫഖാല അഹത്തു ബിമാ ലം തുഹിത് ബിഹി വജിഅതുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ. അദ്ദേഹം ആ പക്ഷി പറയുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട്, ഞാൻ നിങ്ങൾക്ക് നിങ്ങളറിയാത്തൊരു വാർത്ത പറഞ്ഞുതരാൻ വന്നതാണ്. അങ്ങകലെ സബയിൽ നിന്നുള്ളൊരു ഉറപ്പായ, ഞാൻ നേർക്കുനേരെ കണ്ട് ബോധ്യപ്പെട്ടൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നി വജത്തും റഅതൻ തംലികുഹും വഊതീതു മിൻ കുല്ലി ശൈഇൻ വലഹാ അർശുൻ അളീം. എന്നിട്ട് ആ പക്ഷി പറയുന്നത് ഇതിങ്ങനെ ചിറകടിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അങ്ങകലെ യമനിലെ സബ എന്ന് പറയുന്ന ദേശത്തൊരു നാട്ടിൽ അവിടെ ചെന്നു, അവിടെ ഒരു രാജ്ഞിയെ കണ്ടു, അവൾക്ക് അധികാരമുണ്ട്, അവൾക്ക് വലിയ സിംഹാസനമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. തുടർന്ന് പറയുന്നു, അവരും അവരുടെ ജനതയും, വജത്തുഹ ഞാൻ കണ്ടു, അവരെയും അവരുടെ ജനതയെയും അല്ലാഹുവിന് പുറമെ സൂര്യന് സുജൂദ് ചെയ്യുന്നതായിട്ട്. ആ ശൈത്താൻ അവർക്കത് വലിയൊരു കാര്യമാക്കി തോന്നിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൽ നിന്ന് അവർ അകന്നു പോയിരിക്കുന്നു. ഇതൊരു സങ്കട രൂപത്തിൽ ഒരു കുഞ്ഞു പക്ഷി പ്രവാചകനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിൽ വന്ന് പറയുന്നു എന്ന് ഖുർആൻ. അടുത്ത വചനം എന്തറിയോ? അല്ലാ യസ്ജുദൂ ലില്ലാഹ്, അവർക്ക് എന്തുകൊണ്ട് അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൂടാ? അല്ലദീ യുഖ്രിജുൽ ഹബ്ഹ ഫിസ് സമാവാതി വൽ അർദ്, ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളെല്ലാം അറിയുന്ന, അതേപോലെ തന്നെ മറഞ്ഞിരിക്കുന്ന സകലതിനെയും വിത്തുകളെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടായിട്ട് എന്തിനാണ് അവർ അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുന്നത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ അളീം, മഹത്തായ സിംഹാസനമുള്ള അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം അബ്ദുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഒരു മുസ്ലിം ശിർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ജനപദത്തെ കണ്ടാൽ ഈ പക്ഷിയുടെ മനോവികാരമെങ്കിലും ഇല്ലെങ്കിൽ അവനേക്കാൾ മിസ്കീനായവൻ പിന്നെ ആരുണ്ട്? ഞാൻ എൻ്റെ വിഷയം എന്തെന്ന് വെച്ചാൽ, ഏത് സൃഷ്ടികൾക്കും അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് പ്രകൃതിയിൽ, മനുഷ്യർക്ക് മാത്രം അവൻ പഠിച്ചെടുക്കണം. എല്ലാ കാര്യവും അങ്ങനെയാണ് അല്ലേ? ഒരു താറാവിൻ്റെ കുട്ടിയെ വെള്ളത്തിൽ കിട്ടാൻ അവനെന്താക്കും? അതിങ്ങനെ വെള്ളത്തിൽ നിന്ന് നീന്തും, മനുഷ്യൻ പഠിച്ചെടുത്തതാ. ഈ വിഷയം അങ്ങനെയാണ്. അള്ളാഹുവിനെ അവൻ അറിയണം, കൃത്യമായി മനസ്സിലാക്കണം. സുഹൃത്തുക്കൾ, അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹുവിനെ കൃത്യമായി ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ അവൻ്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും അവൻ എന്താണ്, ആളുകൾ വേറെ എവിടേക്കും തിരിയില്ല, അള്ളാഹുവിനോട് പറയും. തൻ്റെ റബ്ബിൻ്റെ കാരുണ്യം അറിഞ്ഞൊരു മനുഷ്യൻ അവൻ നിരാശനാവൂല, അവൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ടി വരികയില്ല. അവൻ അള്ളാഹുവോട് പറയും, വഖാല റബ്ബുക്കും ഉദ്ഊനി, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിച്ചോളൂ, അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. സൂറത്തു ഗാഫിറിൽ 60-ാമത്തെ വചനം അല്ലാഹ് പറയൻ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, നബിയെ നിങ്ങളോട് എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്ക്, ഞാൻ അവരുടെ അടുത്തുണ്ട്, അതുകൊണ്ട് ചോദിക്കുന്നവർ എന്നോട് ചോദിക്കട്ടെ. പക്ഷെ ആരൊക്കെയോ വന്ന് പറഞ്ഞു, അള്ളാഹ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് ബൾബിലേക്ക് കൊടുത്താൽ പൊട്ടിപ്പോകുന്നത് പോലെയാണ്. നൂഹ് നബിയുടെ ജനതയോട് അന്ന് പിശാച് പറഞ്ഞു, നേർക്കുനേരെ നിങ്ങൾ അള്ളാഹിനോട് പറഞ്ഞാൽ മനസ്സിലാവൂല, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളുകളോട് പറയണം. അല്ലേ സുഹൃത്തുക്കളെ, ഇത് ദീനല്ല. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രമാണ്. വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ വലിയകളെ സ്വീകരിക്കുന്ന ആളുകൾ അവർ പറയുന്നു, മാ നഅബുദുഹും, ഞങ്ങൾ ഇവരെയൊന്നും ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ. സുഹൃത്തുക്കളെ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. റബ്ബിന്റെ കാരുണ്യം അറിഞ്ഞാൽ, അവന്റെ വഖാറത്ത് മനസ്സിലാക്കിയാൽ, റബ്ബ് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടേണ്ട രൂപത്തിൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലായാൽ അള്ളാഹുലേക്ക് നമ്മൾ അടുക്കും. സ്വാഭാവികമായിട്ട് മനസ്സിന് സമാധാനം ഉണ്ടാകും. അല്ലാതെ ദിക്റില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ അറിയാൻ, അവനെ മനസ്സിലാക്കാൻ ദീർഘമായി
കൃത്യമായി പഠിച്ച് ബോധ്യപ്പെടാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ അറഫക ഫഹബ്ബക വമിമ്മൻ അഹബ്ബക ഫഅതാഅക വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.